ശിവാനി, എന്താ ഇതൊക്കെ? നീ തൃശൂലിനെ കാണാൻ വേണ്ടിയല്ലേ പുറത്തു പോയത്? അവൻ നിന്നെ അന്വേഷിച്ച് ദേ ഇങ്ങോട്ട് കയറി വന്നു. എന്താ പറ്റിയേ? ശിവാനി, ഇത് ആദിശേഷന്റെ ചിത്രമല്ലേ? നിനക്കിത് എവിടുന്ന് കിട്ടി? എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി നീലി. ഈ ചിത്രം വരച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ത്രിവിക്രമാണ്. അവന്റെ സ്വപ്നത്തിൽ എന്നെ ആദിശേഷനെയും അവൻ കാണുന്നു. എന്റെ പാട്ട് അവൻ പാടുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോയി ആദിശേഷന്റെ ചിത്രം വരച്ചു തന്നു. ശിവാനി, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? എങ്ങനെയെന്ന് ചോദിച്ചാ നമ്മുടെ ധാരണകളെല്ലാം തെറ്റായിരുന്നു നീലി. തൃശ്ശൂൽ ആദിശേഷനല്ല, ത്രിവിക്രമാണ് ആദിശേഷൻ. അതുകൊണ്ടാ അവന്റെ സ്വപ്നത്തിൽ എന്നെ ആദിശേഷനെയും അവൻ കണ്ടത്. അല്ലാതെ ഇത്രയും വ്യക്തമായിട്ട് ചിത്രം വരയ്ക്കാൻ എങ്ങനെ സാധിക്കും? ഞങ്ങളുടെ പാട്ട് അവൻ ഇത്ര മനോഹരമായി പാടുന്നുണ്ടെങ്കിൽ അവൻ തന്നെയാണ് ആദിശേഷൻ എന്ന് പറയാൻ എനിക്ക് വേറെ കാരണങ്ങളൊന്നും വേണ്ട നീലി. ഇതൊക്കെ എന്താണ് ശിവാനി? ആ പാട്ട് ഞങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല നീലി. അങ്ങനെയാണെങ്കിൽ ത്രിവിക്രമനാണ് ആദിശേഷൻ. നിന്നെ അത് അറിയിക്കാനാണ് വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? മാഡം, മാഡം, അല്ല മാഡം, മാഡം, ഞാൻ പറയുന്നത് കേൾക്ക്. പ്ലീസ്, ഇവിടുന്ന് പോണം. എന്റെ മൂഡ് ശരിയല്ല, സംസാരിക്കാൻ തോന്നുന്നില്ല. എന്താ ഏതാന്നൊന്ന് ചോദിക്കാതെ ദയവായിട്ടൊന്ന് പോയി തരൂ. അല്ല മാഡം, ഞാൻ മോശമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്നാണോ? ശരിയും തെറ്റും പറഞ്ഞിരിക്കാനുള്ള സമയമല്ല തൃശ്ശൂർ ഇത്. ഇവിടുന്ന് പോവാൻ പറഞ്ഞത് കേട്ടില്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഇറങ്ങി പോകാൻ. പോകാനല്ലേ പറഞ്ഞേ? ഇതാണ് നല്ല സമയം. വീട്ടിലും ആരുമില്ല. ഗുരു പറഞ്ഞ കാര്യം ചെയ്യാം.
ഇതെന്താ ഇത്? ശിവാനി ഉപയോഗിച്ച് ഏതൊരു വസ്തു എടുക്കാൻ പോയാലും അത് നാഗമായി മാറുന്നല്ലോ. എന്താ ഇങ്ങനെ? നമ്മളെല്ലാവരും തന്നെ ഇപ്പോ വിചിത്രമായ ഒരു കെണിയിൽ അകപ്പെട്ടു എന്നാണ് തോന്നുന്നത് ഗുരുദേവ. കുടുങ്ങിയ വലയിൽ നിന്നും സ്വയം മോചിതരാവാൻ കഴിയാത്ത പോലെ നമ്മുടെ സ്ഥിതിയും ആകെ കഷ്ടത്തിലായി. എന്ത് സംഭവിച്ചു ശിവാനി? എന്തിനാണ് ഇത്രയും നിരാശ? എന്റെ ആദിശേഷനെ കണ്ടെത്താനുള്ള എല്ലാ പ്രയത്നങ്ങളും വിഫലമാവുകയാണ് ഗുരുദേവ. മറുകര കാണാത്ത കടലിൽ വീണൊരവസ്ഥയിലാണ് ഞാനിപ്പോ. അതെ ഗുരുദേവ, പുതിയ ഏതു പ്രയത്നത്തിലൂടെയും ആദിശേഷൻ ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഓരോരോ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏതൊരു ശ്രമം നടത്തുമ്പോഴും സത്യത്തിനു മുന്നിൽ കറുത്ത കവചങ്ങളാണ്. തൃശൂൽ തന്നെയാണ് ആദിശേഷന്റെ പുനർജന്മം എന്ന് കരുതി അതൊന്നുറപ്പിക്കാനായി മുന്നിട്ടിറങ്ങുമ്പോഴേക്കും ത്രിവിക്രമനും ആദിശേഷന്റെ പുനർജന്മമാണോ എന്ന് എനിക്ക് സംശയം തോന്നിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ എന്തുണ്ടായി മകളെ? ത്രിവിക്രമൻ അവൻ തന്നെയാണ് ആദിശേഷൻ എന്ന സ്വപ്നം കണ്ടിരിക്കുന്നു. പക്ഷേ ഈ നാഗലോകത്തെക്കുറിച്ച് അവൻ അറിവില്ലാത്തതുകൊണ്ട് സ്വപ്നത്തിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല. ഞാനും ആദിശേഷനും ഒരുമിച്ചുള്ള ഒരു സ്വപ്നമായിരുന്നു അത് ഗുരുദേവ. എനിക്ക് മാത്രം അറിയാവുന്ന കാര്യം. അത് എങ്ങനെയാണ് ത്രിവിക്രമൻ സ്വപ്നത്തിൽ കാണുന്നത്? ഇത് വാങ്ങിക്കൊള്ളു മകളെ. എന്താ ഇത് ഗുരുദേവ? ഇത് ആദിശേഷന്റെ കണ്ഠഹാരമല്ലേ ഗുരുദേവ? അതെ, ഇത് നാഗലോകത്തിന് അമൂല്യമായ ആഭരണം. ഇവിടുത്തെ രാജാക്കന്മാർ മാത്രം ധരിക്കുന്ന അതിവിശിഷ്ടമായ ആഭരണം. ഇതുമായി നീ അങ്ങോട്ട് പോകണം. ആ 2 യുവാക്കളും ഇത് ധരിക്കുവാൻ അവസരമൊരുക്കുക. ആ 2 പേരിൽ ആദിശേഷന്റെ പുനർജന്മം ആരായിരിക്കുന്നുവോ അവൻ നാഗമായി മാറുന്നതാണ്. ശരി ഗുരുദേവ, ഞാൻ പെട്ടെന്ന് തന്നെ അതിന് വഴിയൊരുക്കാം. ശിവാനി, ഈ ആഭരണം എവിടെ വെച്ചും എങ്ങനെയും ധരിക്കാവുന്ന ഒന്നല്ല. പകൽ സമയം രാഹുകാലത്തിന് ശേഷമുള്ള ഒരു നല്ല മുഹൂർത്തത്തിൽ ഇത് അണിയുകയാണ് വേണ്ടത്. ഈ ആഭരണത്തെക്കുറിച്ച് ശ്രദ്ധ വേണം. ഇത് നാഗലോകത്തിൽ തിരുവാഭരണം പോലെ. അങ്ങനെ ആവട്ടെ ഗുരുദേവ. ഇത് നാഗമാതാവിന്റെ സംരക്ഷണത്തിലുള്ള കണ്ഠഹാരമാണ്. ഇത് നാഗമാതാവ് തന്റെ പുത്രന്റെ സ്മരണയ്ക്കായി കരുതി വെച്ചതാണ്. ഒരു കാരണവശാലും ഇത് കൈമോശം വരാൻ പാടില്ല. ഇതെങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടാൽ ആദിശേഷനെ കണ്ടെത്തുക എന്നത് ദുർഘടമായിരിക്കും. ആദിശേഷൻ ആരാണെന്ന് കണ്ടെത്തുന്നതിന് ഇത് മാത്രമായിരിക്കും ഏകമാർഗം. ആയിക്കോട്ടെ ഗുരുദേവ. ശരി, നിങ്ങൾക്കിപ്പോൾ പോകാം. ശരി ഗുരുദേവ. ശുഭമായിരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. എന്താ ചെയ്യാ? ത്രിവിക്രമൻ ആ പെൺകുട്ടിയെ നോക്കി എന്തോ വരച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. അതെന്തായെന്ന് നോക്കിയിട്ട് വരാം. ഓഹോ, ഇതേതോ ഒരു മഹാരാജാവിന്റെ ഫോട്ടോ ആണല്ലോ. ആരായിരിക്കും ഇത്? നിങ്ങളുടെ മകൻ എത്ര നന്നായിട്ട് ആ ഫോട്ടോ വരച്ചിരിക്കുന്നെന്നും പറഞ്ഞ് അളിയനെ കാണിച്ചു നോക്കാം. അളിയന് സന്തോഷമാവും. ആ സന്തോഷം എനിക്ക് ഗുണവും ചെയ്യും. ഒരല്പമെങ്കിലും കോമൺ സെൻസ് വേണ്ടേ? ഈ ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണമെന്ന് വെച്ചാ രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്ന എന്താ അർത്ഥം? അളിയന്റെ മോൻ വരച്ചത് എന്താണെന്ന് കണ്ടോ?
ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ വെറുതെ ശല്യം ചെയ്യാനായിട്ട് നീ അപ്പുറത്ത് ഇറങ്ങാൻ പോകും. നടക്കട്ടെ അളിയ, അവിടെ വച്ചേക്കാം, നോക്കിയാ മതി. ശരി വെച്ചേക്ക്. അളിയ പറയടോ. മറന്നു പോകാതെ നോക്കണേ. ഇങ്ങനെ വെച്ചാ ആരും കാണില്ല. ഒരു കാര്യം ചെയ്യാം, അടിയിൽ വെക്കുന്നത് നല്ലത്. ഇനി അളിയൻ ഉറപ്പായിട്ടും കാണും. നീലി, ഇത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഒരു കാരണവശാലും ഇത് നഷ്ടപ്പെടരുത്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണമെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ്. അതെ ശിവാനി, നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യത്തിന്റെ പിടിവള്ളിയാണിത്. ആവുന്നത്ര വേഗം കാര്യം നടത്തി നമുക്കിവിടുന്ന് തിരിച്ചു പോകണം. വാ. എനിക്ക് ഇനിയും എന്തോ തെളിവ് ലഭിക്കും പോലെ. എന്തായിരിക്കും അത്? നോക്കാം, തിരക്ക് വേണ്ട. ആ 2 പേരിൽ നമുക്ക് വേണ്ടത് ആരാണെന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റൂ നീലി. അതെ ശിവാനി, ഇതുകൊണ്ടെങ്കിലും ആ തടസ്സങ്ങളെല്ലാം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. നമ്മുടെ ഗുരുദേവന്റെ ആശീർവാദം ഉണ്ടെങ്കിൽ, മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നടക്കും. ഇനി അധികം ചിന്തിക്കേണ്ട. അയ്യോ, എന്റെ ഫോൺ എടുക്കാൻ മറന്നു. ഞാൻ എടുത്തിട്ട് വരാട്ടോ. ഇവരെന്തായിരിക്കും കൊണ്ടുവന്നത്? എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്. നോക്കാം. ഇതാദ്യം എടുത്ത് ഗുരുവിന് കൊണ്ടുപോയി കൊടുക്കാം. എന്താ നന്ദീശ ഒരൊറ്റ ഒരെണ്ണത്തിന് ഉത്തരവാദിത്വമില്ല. ഇഡിയറ്റ്സ്. ആ ലാപ്ടോപ്പും ഫയൽസും എടുത്തോണ്ടോ.
എന്താ നന്ദീശ, ലാപ്ടോപ്പ് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ നീ എന്തിനാ ഈ പെയിന്റിംഗ് എടുത്തോണ്ട് വന്നിരിക്കുന്നേ? അതല്ല മുതലാളി, ഇതൊന്ന് നോക്കി. ഇത് ത്രിവിക്രമൻ വരച്ച ചിത്രമാണല്ലോ. ഇതെങ്ങനെ സാധിക്കും? നീലി, കണ്ടഹാരം എടുത്തോണ്ട് വാ. അത് പ്രയോഗിക്കാൻ ഇപ്പോഴാണ് പറ്റിയ സമയം. ശരി ശിവാനി. ശിവാനി, 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 എന്തു പറ്റി നീലി? ശിവാനി, എന്താ പറ്റിയേ? ശിവാനി, കണ്ടഹാരം ഇവിടെ കാണുന്നില്ല. എന്താ ഇത്? ശിവാനി, നിന്റെ മുന്നിൽ വെച്ചല്ലേ ഞാനിതവിടെ വെച്ചത്. അതിപ്പോ എവിടെയെങ്ങും കാണുന്നില്ല. അതെവിടെ പോകാനാ സാധ്യത? കണ്ടഹാരം നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ അവസ്ഥ എന്താകും നീലി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശിവാനി. ഗുരുദേവൻ പിന്നെയും പിന്നെയും കണ്ടഹാരം നല്ലോണം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാ. പക്ഷെ നമുക്ക് വലിയൊരു അബദ്ധം പറ്റിയല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? ശിവാനി, നമ്മുടെ വീട്ടുജോലിക്കാരി എങ്ങാനും. സുരേഖ, ത്രിവിക്രം, ത്രിവിക്രം, ആരുടെ പടം ഇത്? എന്താ ഡാഡ്, ഞാൻ വരച്ചൊരു പടം എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് പകരം ആരാന്ന് ചോദിക്കുന്ന എന്താ? എന്തായാലും നീ വരച്ച ചിത്രം കൊള്ളാൻ പോണേ. പക്ഷേ ഇതൊരു രാജകുമാരനെ പോലെയോ രാജാവിനെ പോലെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഇതെങ്ങനെയാ വരച്ചത്? അത് ഞാൻ ചുമ്മാ വരച്ചാന്ന് കൂട്ടിക്കോ. ഓഹോ, എന്താ ഈ വക കാര്യങ്ങളൊന്നും ഡാഡിയോട് പറയില്ലെന്നുണ്ടോ? എന്തോ എന്റെ മകൻ നല്ലൊരു ചിത്രം വരച്ചു എന്നുള്ള സന്തോഷത്തിൽ ചോദിച്ചെന്നേ ഉള്ളൂ. പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ഇല്ല ഡാഡ്, അങ്ങനെയല്ല. അത് ഇൻസ്പയർഡ് ആയിട്ട് വരച്ചതാ. ഇയാളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ. സ്വപ്നത്തിലോ? ആ, ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ, അവിടെ ഒരു നദി, അതിന് പുറകിൽ വെള്ളച്ചാട്ടം, അവിടെ ഈ രാജകുമാരൻ ഡാൻസ് കളിക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ശിവാനിയുടെ കാര്യം ഡാഡിയോട് പറയണ്ട. ഇനി അവളെ കണ്ട കാര്യം പറഞ്ഞ ഡാഡി ചിലപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും എടുത്താലോ. പിന്നെ ഡാഡിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. എന്നിട്ട് പിന്നെന്താ നീ കണ്ടത്? ഡാഡ്, അങ്ങനെ ഒരു സ്ഥലം ഞാൻ എവിടെയും കണ്ടിട്ടേ ഇല്ല. വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ. പൂക്കളും വെള്ളച്ചാട്ടവും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലം. അതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാനത് വരച്ചത്. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട് നിന്റെ പെയിന്റിംഗ്. താങ്ക് യു ഡാഡ്. നാഗലോകത്തിന്റെ സ്വപ്നം ത്രിവിക്രമൻ എങ്ങനെയാ കണ്ടത്? അതെങ്ങനെ ഇവന്റെ സ്വപ്നത്തിൽ വന്നു? ഇവൻ പറയുന്നതൊക്കെ സത്യമായിരിക്കുമോ? എന്താ വെച്ചാ ഞങ്ങളല്ലേ അവനെ കൊന്നത്. എന്തായാലും ഗുരുക്കളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം.